സ്തോത്രം. ഹാലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 23-27 വായിക്കും. ഹാലേലൂയ. യേ- യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 27. ആമേൻ. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദ്യം പറയുന്ന വാക്ക് ഹാലേലൂയ. യേശക്കത്ത പറയുന്നത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെട്ടുള്ള നാഴിക വന്നിരിക്കുന്നു. ഹാലേലൂയ. അപ്പൊ തേജസ്കരണം ഹാലേലിയൻ. ആമീൻ. അവിടെ നമുക്ക് രമേശും നേരത്തെ ഒരു സമയത്ത് ഹാലേലിയ തേജസ്സിൽ ഹാലേലിയ തേജസ്കരിക്കപ്പെടും നമ്മൾ കാണുന്ന മഹത്വത്തിലേക്ക് വരെ നമ്മൾ കാണുന്നുണ്ട്. മറുരൂപ മലയിൽ വെച്ചിട്ട് ഹാലേലിയ തേജസ്കരിക്കുക. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേന് ഈ 3 ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിക്കണം. കാരണം അവര് നേരത്തെ കണ്ടതാ, പക്ഷെ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അന്ന് പറയുന്നത് ആരോടും പറയല്ലേ. ഒരു അലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്തത്ര വസ്ത്രം വെണ്മയായി തീർന്നതും മോശയുടെ ഏരിയയോട് സംസാരിക്കുന്നൊക്കെ കണ്ട. പക്ഷെ ഇത് ആരോടും പറയരുത്. അന്ന് തുടങ്ങി ഒരു 3 പേര് ഇത് ആരോടും പറയാൻ പറ്റാതെ നടക്കുക. പക്ഷെ ഇപ്പൊ ദേശീയകത്ത് പബ്ലിക്കിൽ പറയാ, ഞാൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പൊ ഇവരുടെ എല്ലാം വിചാരം ഇപ്പം ഹാലലി തേജസ്സിലേക്കൊക്കെ അങ്ങോട്ട് കയറുന്ന നാഴിക. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങി ഞാൻ എന്ത് പറയുന്നു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഹാലലൂയ. അപ്പൊ തൊട്ടടുത്ത നിമിഷം ഇത് പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുകയാണ്, പിതാവേ, ഉള്ളം കലങ്ങിയിരിക്കുക, ഈ നാഴികയിൽ തന്നെ രക്ഷ. അപ്പൊ ഇവരുടെ വിചാരം, ഇവരുടെ മനസ്സിലൂടെ എന്ത് കടന്നു എന്തായിരിക്കും? എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഹാലയില്ലേ. തേജസ്കരിക്കപ്പെടുക എന്ന് വെച്ചാൽ ഭയങ്കര നല്ല സംഭവമല്ലേ അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ കാണാൻ എന്താ, കൂടെ നടക്കുന്നവർക്കൊക്കെ എത്ര അഭിമാനം. ഇവർ ഇത്രയും നാള് മെഷിഹ എന്നൊക്കെ പറഞ്ഞ് കൂടെ നടന്നത്. അപ്പം യേശു കർത്താവിനെ അങ്ങനെ കാണാനാ ശിഷ്യന്മാർ അറ്റ്ലീസ്റ്റ് ഈ 3 പേര് ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്നും കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഈ നാഴികയിൽ തന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഹാലേലിയ. അപ്പൊ തേജസ്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലേലിയ ഇവിടെ നമ്മൾ കർത്താവ് പറഞ്ഞ തേജസ്കരണത്തിലേക്ക് ആ തേജസ്കരണം വെളിപ്പെടാൻ അല്ലെ തേജസ്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഉദ്ദേശിച്ച തേജസ്കരണം എന്താ വെച്ചാൽ വെണ്മ വസ്ത്രധാരിയായി എല്ലാവരുടെ മുമ്പ് മിന്നിത്തിളങ്ങുന്ന വസ്ത്രമാക്കിട്ട് നിൽക്കുന്നതിനെ കുറിച്ചല്ല. കാൽവേരി ക്രൂശിൽ നടക്കുവാനുള്ളൊരു യാഗമുണ്ട്. ലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും പറയും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെല്ലാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം കുശവന്റെ കയ്യിൽ കളിമണ്ണെടുത്ത് കുഴച്ചൊക്കെ അത് റെഡിയാക്കുമ്പം എന്താ ഒരു ഉരുള പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു രൂപത്തിലായിരിക്കും. പക്ഷെ കുശവൻ അത് ഹാലയിലൂയ ചില ഉപകരണങ്ങളൊക്കെ വെച്ച് അതിനെ കുത്തി 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 അതിൽ നിന്ന് ഓരോ വേണ്ടാത്തേക്ക് എടുത്ത് കളഞ്ഞ് 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 നീക്കി അത് കഴിയുമ്പോഴതൊരു ഡിസൈനായിട്ടൊക്കെ വരുന്നത് അല്ലേ. എന്നിട്ട് അതിങ്ങനെ തേച്ച് 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 ഉലുക്കി ഉലുക്കി അതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് കുശവന്റെ മനസ്സിൽ ഒരു ഡിസൈൻ ഉണ്ടാവും തുടങ്ങുന്നതിന് മുമ്പ്. ആ ഡിസൈനിലേക്ക് ഇതിനെ കൊണ്ടുവരിക ചെയ്യുന്നത്. ഈ പ്രോസസ്സിലൂടെ കടത്തി കിടക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ദൈവം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. എന്താ ചിലതിനെയൊക്കെ കുത്തി തോണ്ടി കുത്തി തോണ്ടി കുത്തി തോണ്ടിയൊക്കെ പുറത്തെടുത്തുകൾ എന്താ നമ്മുടെയൊക്കെ സ്വഭാവം, ഈഗോ, അഹങ്കാരം, നേക്കളം, മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തു കൊടുക്കാത്തത്, ഇങ്ങനെ പല സ്വഭാവങ്ങളെ ഇങ്ങനെ എന്താ പറയാ കയ്യിൽ വെച്ച് ഉരുട്ട് ഉരുട്ട് കുത്തി 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 പുറത്തുകളയും. പക്ഷെ കുത്തുമ്പോൾ അത് വേദന തന്നെയാ. പൗലോസ് പറഞ്ഞ കണക്ക് സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചേക്ക് എന്തിനാ? നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് കുത്തുവാനായിട്ട്. കുത്തല് സന്തോഷമാണോ വേദനയാണോ അത് സുഖമാണോ എല്ലാവർക്കും? കുത്ത എപ്പോഴും വേദന തന്നെയല്ലേ. അപ്പൊ ഇത് തന്നെയാണ് നടക്കുന്ന ഇവിടെയല്ല. അപ്പൊ യേശുക്കാർത്ത് പറഞ്ഞ പോലെ തേജസ്കരണം എന്ന് പറയുമ്പോൾ വെണ്മ വസ്ത്രധാര്യം മിന്നത്തിളങ്ങി നിൽക്കുന്നതല്ല തേജസ്കരണം. ഈ തേജസ്കരണം നടക്കണമെങ്കിൽ ഞാൻ തൊട്ടും പറയുന്നു, ഗോതമ്പൂടെ നിലത്ത് വീണ് ചത്തിട്ടല്ലാതെ അത് അപ്പമായി മാറുന്നത് അല്ലെങ്കിൽ ചത്താൽ അനേകർക്കത് ഫലമായി മാറും. ഗോതമ്പൂടെ നിലത്ത് വീണ് ചാകുന്ന പോലെ തേജസ്കരണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ത്യജിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാ.
യേശുക്കത്ത ഒരിക്കൽ പറയും, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം എന്ന് പറയും. തന്നെത്താൻ ത്യജിക്കണം എന്ന് വെച്ചാൽ നമ്മളുടെ നമുക്കുള്ളതെല്ലാം ത്യജിക്കണമല്ല, നമ്മളെ തന്നെ ത്യജിക്കണം എന്നാണ് പറയുക. അപ്പം നമ്മളെ ത്യജിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മളുടെ പാരമ്പര്യം നമ്മൾ ഇത്ര നാൾ പിടിച്ചുകൊണ്ട് കിടന്ന പലതും ത്യജിക്കണം എന്നുള്ളതാണ്. തന്നെത്താൻ ത്യജിക്കണം. നമ്മളതിന് വിചാരിക്കുന്ന കർത്താവ് പറഞ്ഞ വെള്ളമെല്ലാം ത്യജിച്ചിട്ട് നീന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞേക്കുന്ന അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നമ്മളെ തന്നെ നമ്മളെന്ന വ്യക്തിത്വത്തെ കളയണം. നമ്മളെന്ന വ്യക്തിത്വത്തെ കളഞ്ഞാൽ മാത്രമേ മറ്റൊരു വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുള്ളൂ. ആരാ? കർത്താവ് യേശു ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുക. അപ്പൊ ജാതികൾ നോക്കുമ്പോൾ എന്താ കർത്താവ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ, ഒരു വചനത്തിൽ പറയുന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ ദൈവമക്കളോട് തന്നെ പറഞ്ഞാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ ശിഷ്യന്മാരാകുന്ന ക്വാളിഫിക്കേഷൻ അല്ലെ ക്വാളിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നേരം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഒന്നുമല്ല കർത്താവ് അറിയാം. അപ്പൊ ഈ സ്നേഹം എന്താ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവർ മനസ്സിലാക്കണം ഇവർ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന്. യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ദൈവമേ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും അടിയും വഴക്കും പരസ്പരം ചെളിവാരിയെറിയലും തെറിവിളിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലും ഇതൊക്കെ ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന അത്രയും ജാതികളുടെ ഇടയിൽ പോലും ലജ്ജിച്ചു പോകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അല്ലേ? യശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 45-ാം അധ്യായത്തിലേക്ക് ഇവിടേക്ക് മടങ്ങി വരാം. ബാക്കി നിർത്തട്ടെ. മൂന്നാം വാക്യം ഒന്ന് വായിച്ചേ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രയേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അപ്പൊ നിക്ഷേപങ്ങളും ഗുപ്തനിധികളും എന്നൊക്കെ കേൾക്കാൻ വലിയ സന്തോഷം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് തരുമെന്ന് പറയുമ്പോൾ എന്താ നമ്മളുടെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് തരുമെന്നല്ല അതിന്റെ അർത്ഥം. ഹാലേലിയ. നമ്മളെ അതിലൂടെ കടത്തി വിട്ട് നമ്മളെ കൊണ്ട് തന്നെ അത് സ്വന്തമാക്കിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ നിധികള്, ഗുപ്തനിധികള്, നിക്ഷേപങ്ങളൊക്കെ എവിടെ ഇരിക്കുന്ന, വിലയേറിയ നിക്ഷേപങ്ങളൊക്കെ ഇരിക്കുന്ന ഭൂമിയുടെ എന്താ പറയാ ഒത്തിരി അടിയിലാണ്. അത് കുറെ ഇരുട്ടിലൂടെ ഒക്കെ കടന്നു പോയി കുഴിച്ചൊക്കെ ചെന്നാൽ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞേക്കുന്ന നിനക്ക് ഞാൻ തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എടുക്കുക എന്നുള്ളത് നിന്റെ സ്വഭാവം. കഴിഞ്ഞ ദിവസം സാറാമസ്റ്റർ പറഞ്ഞത് നീ എഴുന്നേറ്റ നിന്നെ പ്രകാശിപ്പിക്കും. എഴുന്നേൽക്കുക എന്ന നിന്റെ ഉത്തരവാദിത്വം. പ്രകാശിപ്പിക്കുന്ന ദൈവം പ്രകാശിക്കും. പക്ഷെ ദൈവം വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടു നിർത്തി പ്രകാശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിലേക്കുണ്ട്. ഹാലേലിയ. അപ്പൊ ഇവിടെ പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിന്റെ തേജസ്കരണം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന് അറിയാം. ഹാലേലിയ. ഞാനിങ്ങനെ ഹാലേലിയ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതല്ല യഥാർത്ഥ തേജസ്കരണം. ഹാലേലിയ. എന്താ ഈ നാഴിക മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം കർത്താവിനെ അടുത്ത നിമിഷം കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകും. ഹാലേലൂയ. അവര് ഹാലേലിയ അതുവരെ ഹാലേലിയ ബഹുമാനിച്ചു കൂടെ നടന്നവർ കണ്ണ് കെട്ടിയിട്ട് ഹാലേലിയ അടിച്ചിട്ട് ആരാ നിന്നെ അടിച്ചതെന്ന് നീ പ്രവചിക്കുക എന്ന് പറയും. ഹാലേലൂയ. ഇത്ര നാളും കഴുതപ്പുറത്ത് കയറ്റി ഹോസന്നെ പാടിയവർ തന്നെ മുഖത്ത് തുപ്പും. ഹാലേലൂയ. ഇത്രയും നാളും കർത്താവിന്റെ കൂടെ തിങ്ങി നിറഞ്ഞ പുരുഷാരം നിറഞ്ഞ വഴിയിലൂടെ തന്നെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശും ചുവന്ന് പോകേണ്ടി വരും. ഹാലേലിയ. ക്രൂശി കിടക്കുമ്പോൾ വന്നിട്ട് നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്ന് കർത്താവിന് അറിയാമായിരുന്നു.
ഹാലേലുയ. അപ്പൊ അത് ഹാലേലുയ, ഇവ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹാലേലുയ ആമീൻ, കർത്താവ് യേശുക്രിസ്തു ആമീൻ, നമ്മൾക്ക് അറിയാം കർത്താവ് അവിടെ മിണ്ടാതിരുന്നു. കർത്താവിനോട് കണ്ണ് കെട്ടി അടിച്ചിട്ട് പ്രവചിക്കാൻ പറ്റത്തില്ലായിരുന്നു. പറ്റുമായിരുന്നു. കാലില്ല ക്രൂശിൽ നിന്ന് എഴുതുന്ന ദൈവപുത്രനാണെന്നുള്ള സംശയമുണ്ട്, ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു, പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ കർത്താവ് ഹാലെ മിണ്ടാതെ ഇരുന്ന് ഹാലെ എന്താ പറയുക, ആമി അറുക്കാനും കൊണ്ടുവന്ന് കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു എന്ന് ഹാലെ നമ്മൾ കാണുന്നുണ്ട്. ഹാലെ അവിടെ മിണ്ടാതിരുന്നത് പോലെ ചില സാഹചര്യത്തിൽ ഇതുപോലെ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു നമ്മൾ ഇതുപോലെ ആകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ കർത്താവ് ഹാലയിലെ ആമ ഇവരുടെ ശിഷ്യന്മാർ കൂടി വന്നിട്ട് ഇടയിലേക്ക് വന്ന് ഇറങ്ങി നിന്നു ഹാലെ. പക്ഷേ അതിനെക്കാട്ടി ഹാലയിലെ കർത്താവിന് ഹാലയിലെ ആമീൻ ദൈവത്തിന്റെ കൃപ വേണ്ടിയിരുന്നത് ഹാലെ, കർത്താവ് പോയിരുന്നു പ്രാർത്ഥിച്ചത് ഹാലെ, ബലപ്പെട്ടത് ഹാലെ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അയച്ച പർപ്പസിൽ നിന്ന് ഹാലെ ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലെ കടന്നു വരുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കരത്തിൽ ഇരിക്കുമ്പോൾ ഹാലെ ചില കുത്തലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം ഹാലെ കുശവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടാതെ പിറുപിറുക്കാതെ ഹാലെ അവിടെ ഇരുന്ന് കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹാലെ ഇത് സംഭവിച്ചാൽ മാത്രമേ ഹാലേലിയ കുശവൻ ആഗ്രഹിച്ച രീതിയിലേക്ക് നമ്മൾ ആയിത്തീരത്തുള്ളൂ. ഹാലെ ആ മനസ്സുള്ള ഡിസൈൻ ഹാലെ അതിങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലതൊക്കെ ചെത്തി കർവ് ചെയ്ത് ഹാലയില് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഹാലയില്ല നമ്മൾ ആ ഡിസൈൻ എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഒരു ശില്പി അല്ലെ ഒരു ശില്പി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഡിസൈൻ ഉണ്ടാവും. അത് ഉണ്ടാകുന്ന സമയം വരെ അദ്ദേഹം അതിനെ തോണ്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. ഹാലേലൂയ. പക്ഷേല് ആ ഡിസൈൻ അത് പുറത്തു വരുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും കാണാനായിട്ട്, വാവ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മനോഹരമായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേല് ഇതാകണമെങ്കിൽ ഹാലേലൂയ ഇരുന്ന് കൊടുക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഹാലേലൂയ ഇവിടെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലൂടെ കുറേ സംശയങ്ങളൊക്കെ കടന്നുപോയി. ഹാല എന്തായത് ഹേല എന്തിനാ തേജസ്കരണം വേണ്ടെന്നല്ലെങ്കിൽ മാറിപ്പോണെന്നൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ അവർക്ക് അന്നത് മനസ്സിലായില്ല. പക്ഷേ ഹല ലേഖനത്തിൽ എഴുതിയിരുന്നു ഹാലയിൽ എന്താ, കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹാലയിലെ നമുക്കറിയാം ശിഷ്യന്മാര് വന്നിട്ട് ഒരിക്കൽ പറയുന്നുണ്ട് ഹാലയിൽ എന്താ, ആമേൻ സ്തോത്ര ആമേൻ, ഞങ്ങൾ പോയപ്പോൾ രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തെ നഗരം യേശുക്കത്തോര സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കാണുന്നു. ഹാലേലൂയ. എന്നിട്ട് പാമ്പുകളെയും തേളിലെയും ശത്രുവിന്റെ സ്ഥലവലത്തെയും ചവിട്ടാൻ നീ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം, ഇതൊക്കെ പറയുമ്പോൾ അന്ന് സാത്താൻ മിന്നൽ പോലെ വീഴുന്ന കാണുന്നത്. പക്ഷെ ഇവിടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ പറയാ, അവന്റെ തലയെ തകർത്തു. മരണത്തിന്റെ അധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഹാലേലിയ മരണഭയത്തിലായിരുന്നു നമ്മളെ വിടുവിച്ച്. ഹാലേലിയ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുമ്പോൾ ഹാലേലിയ അപ്പൊ സാത്താന്റെ തലയെ തകർക്കണമായിരുന്നു, ജയോത്സവം കൊണ്ടാടണമെന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് കർത്താവ് യേശു ക്രിസ്തു എന്താ പറയാ ആ തേജസ്കരണത്തിന് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും കാൽവരി ക്രൂശിൽ കടന്ന് പിശാചിന്റെ അജണ്ട, പിശാചിന്റെ പണ്ടിരിക്കുന്നത് എനിക്ക് വിജയഞ്ചൽ പാസ് പ്രാവശ്യപ്പോഴും കണ്ട അത് പിശാചിന്റെ ഹാലിൽ അച്ഛൻ. അപ്പൊ പിശാജ് ശരിക്കും വിറച്ചത് എപ്പോഴാണ് കർത്താവ് ക്രൂശിൽ കയറിയപ്പോഴാ. അവനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹാലയിൽ മരണത്തിൽ ഏൽപ്പിച്ചു. അപ്പോഴത്തേനും അവനും എന്നിട്ട് കാണുന്നവരോടൊക്കെ പറയും പോയി പറ എങ്ങനെയും അവനെ ക്രൂശിൽ നിന്ന് ഇറക്കിത്താന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും തള്ളി അവസാനം ക്രൂശിൽ കിടന്ന് കള്ളനോട് വരെ പറഞ്ഞ് ഹാലയിലു എന്താ പറയാ, നീ ഞങ്ങളെ സഹായിച്ച് നീ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഹാലരിയ മാക്സിമം ആൾക്കാരെ ഉപയോഗിച്ച് നോക്കി ഹാല എന്തെങ്കിലും അത് വായ തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം കർത്താവ് മരിച്ചാൽ അവൻ്റെ ഹാലേലിയ അജണ്ട മൊത്തം തകർന്നതായി മനസ്സിലാകുമായിരുന്നു ഹാലേലി. അതുകൊണ്ട് ഹാലേലി കർത്താവ് യേശു ക്രിസ്തു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് പിശാജ് ഏറ്റവും ക്രൂശിൽ കയറിയപ്പോഴേ, പിശാജ് അതുവരെ പിശാജ് ഇങ്ങനെ ജയിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഹാലേലൂയ ക്രൂശിൽ കയറിയ സമയം മുതൽ പിശാജ് വരച്ചു തുടങ്ങി ഹാല യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹാല ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ഹന്നെ അറിയാം. അവളെപ്പോഴും പറയാണ് ഹന്നയുടെ പ്രാർത്ഥന. ഹാലയിലെ ഹന്നയും പെരീനയും നമുക്കറിയാം. ഹാലയിലെ അമ്മയോടെ ഹന്നയുടെ ഭർത്താവ് ഹസ്ബൻഡ് പറയുന്നത് നിനക്ക് 10 പുത്രന്മാരൊക്കെ ഉത്തമനല്ല ഞാനില്ലേ എന്നൊക്കെ നീ എന്തിനെ വിഷമിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഹാലൂയ അവിടെ നമുക്കറിയാം. പക്ഷെ പെരീന ഹസ്ബൻഡ് അത്രയും സ്നേഹമുണ്ടെങ്കിലും പെരീന എപ്പോഴും ഹന്നയെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഭർത്താവ് ഹാലയില് പെരീനെ പോയി വഴക്ക് പറയുന്നതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അവിടെ? ഹന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഹല്ലേ.
ഹാലയില്ലേ. പക്ഷെ പെരീനെ പൊട്ട് നീ മിണ്ടരുത്, എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീ ഇവിടെ പറയാൻ പാടില്ല, നീ സംസാരിക്കുന്നു പറയുന്നുണ്ടോ? ഇല്ല. ഹാലയില്ല. പക്ഷെ എന്ന് വെച്ചാൽ അവിടെ പെരീനയ്ക്ക് തന്നെയായിരുന്നു മേൽക്കോയ്മ നമുക്കിത്. കാരണം മക്കളുള്ളവർക്കാണ് എപ്പോഴും ഹാല സ്ഥാനമൊക്കെ ഉള്ളതല്ലേ, സ്ഥാനവും മാനവും ഒക്കെ ഉള്ളതെന്നറിയാം. അതുകൊണ്ട് ആമി ഹന്ന അവിടെ ഹലമിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നു. ഹന്ന ഒന്നും തിരിച്ചു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ പെരീനയോട് തർക്കിക്കുന്നുണ്ട്. പക്ഷെ പെരീന കുത്തുമ്പോഴെല്ലാം ഹന്നയ്ക്ക് നോവുന്നുണ്ടായിരുന്നു. ഹന്ന അവിടെ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഹന്ന ഒരു കാര്യം ചെയ്തു, ദൈവസന്നിധിയിൽ പോയിട്ട് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച്. ഹാലൂയ. അപ്പൊ ഹന്നയുടെ മേൽ വന്ന കുത്തലുകൾ, ആ വേദനകൾ, ഹാലൂയ, അത് ഹന്ന എങ്ങനെയാണ് അത് സോൾവ്, അതിനൊരു സൊല്യൂഷൻ കണ്ടതെന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ ചെന്നത് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച്. അവിടെ തിരിച്ചു പറഞ്ഞില്ല. ഹാലൂയ. പക്ഷേ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മളെ കുത്താനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരു ശൂലം കൊടുത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് കുത്തമ്മ നമ്മൾ തിരിച്ചിരുന്ന് രണ്ട് കുത്ത് അങ്ങോട്ട് കൊടുക്കും. ഹാലൂയ. നമ്മളിവിടെ ഹാലയില്ല മിണ്ടാതിരിക്കണം എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ പോയി മിണ്ടും. ഹാലയിൽ മിണ്ടേണ്ട അടുത്ത് മിണ്ടത്തോ ഹാല, അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ മിണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി നമ്മൾ വീണ്ടും ഹാലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദാവീദിനെ അറിയാം. അതുപോലെ ദാവീദ് ശൗലിനെ ഒരിക്കൽ ദാവീദിനെ പുറകെ കുന്തമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ശൗല് ഒരിക്കൽ ഗുഹയിൽ കിട്ടി. ശൗലിനെ അറിയത്തില്ല ദാവീദാണ്. പക്ഷെ ദാവീദിന്റെ ശൗല് അവിടെ വന്ന് കിടക്കുന്നത്. പക്ഷെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇനി ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് ഇപ്പം കൂടെ ഉള്ളവർ പറയും ഇതാ സമയം, ഇപ്പൊ തന്നെ തട്ടിയേക്ക് ഹാലയിലേക്ക്. അപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് ഇല്ല, അത് യഹോവയുടെ അഭിഷേകത്തിന് ഇപ്പൊ അങ്ങനെ മേൽ വർക്ക് ചെയ്യുന്ന അഭിഷേകം ഏതാന്ന് ഇന്ന് എനിക്കറിയത്തില്ലെങ്കിലും പണ്ട് അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്തൊരു അഭിഷേകത്തന്നെ അല്ലേ. ഒരിക്കൽ അഭിഷേക തൈലം വീണയ കാരണം എൻ്റെ മേലും ഇപ്പോൾ കിടക്കുന്ന ഈ അഭിഷേകമാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ ഈ അഭിഷേകത്തെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും മറ്റൊരുവന്റെ മേൽ, അല്ലെ ദൈവമക്കളുടെ മേൽ, എല്ലാം ഞാൻ പറയും നമ്മൾ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ ലോകത്തുള്ള സകല വിശ്വാസികളായവർക്കും വേണ്ടി കർത്താവ് യേശുക്രിസ്തു കൊടുത്ത വില ഒന്നാണ്. കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായി കൊടുത്തിട്ടാണ് അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ എല്ലാവർക്കും കൊടുത്ത പ്രൈസ് ഒന്നുപോലെ ഒന്ന് തന്നെയാണ് അല്ലേ. എല്ലാവരിലും പരിശുദ്ധാത്മ വരാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതും നമ്മൾ സ്നാനപ്പെട്ട ശേഷമല്ല പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മ ആദ്യകാലം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യേശു കർത്താവ് എന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ഹാലേലിയ. അപ്പൊ നമ്മളെല്ലാവരും ഹാലേലിയ ദൈവത്തിന്റെ അഭിഷേകം, നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ, അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കണം മറ്റൊരാളിലുള്ള അഭിഷേകത്തെയും വില കൽപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിരിക്കുന്ന അഭിഷേകത്തെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ആൾ നമ്മൾ കാണുന്നവരുടെ അഭിഷേകത്തെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയത്തില്ല. അവരെ നമ്മൾ കുറ്റം പറയും, അവരെ നമ്മൾ പ്രതിക്കൂട്ടി നിർത്തും, അവരുടെ ഓരോ കാര്യങ്ങളെടുത്ത്. പക്ഷെ ഇവിടെ ദാവീദിനെ കണ്ടുപഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ദാവീദിന്റെ മേൽ വീണ അഭിഷേകത്തിന് ദാവീദിന് വിലയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് ശൗലിന്റെ മേൽ വീണ അഭിഷേകത്തെ ദാവീദ് റെസ്പെക്ട് ചെയ്തത്. അല്ലെ. ശൗലിന്റെ പ്രവൃത്തിയൊക്കെ മാറി. ഇന്ന് നമ്മൾ കാണുന്ന പല ദൈവദാസന്മാരും ക്വാളിറ്റി ഉള്ളവരായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് ആമയും ജാതിയെക്കാട്ടി കഷ്ടമായിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന് സുബോധമില്ലാത്ത രീതി പ്രവർത്തിക്കുമ്പോഴും നമുക്ക് അവരെ കുറ്റം പറയാനായിട്ട് നമ്മളെ അനുവദിക്കാത്ത ഒന്ന് എന്താന്ന് വെച്ചാൽ നമ്മളിൽ കിടക്കുന്ന അഭിഷേകം, അവരുടെ മേൽ ഉണ്ടായിരുന്ന അഭിഷേകത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകമില്ലാത്ത പലരും യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ഹല്ലേലൂയ നമുക്കറിയാം പല യൂട്യൂബേഴ്സും മറ്റുള്ള ദൈവദാസന്മാരെ കുറ്റം പറയും, കുറവാക്കി ചെയ്യും. കാരണം അവർക്ക് അഭിഷേകത്തിന്റെ വില അറിയത്തില്ല അല്ലേ. ഇന്ന് ചാനൽ നടത്തുന്ന എല്ലാവരും ദൈവമക്കളോ അഭിഷേകം പ്രാപിച്ചവരൊക്കെയാണോ? അല്ല. അവര് ജസ്റ്റ് യൂട്യൂബേഴ്സ് മാത്രമാണ്. അവർക്ക് യൂട്യൂബേഴ്സ് ആയിരിക്കുമ്പോൾ അവർക്ക് എന്താ, അവർക്ക് എങ്ങനെയും വ്യൂസിനെ കിട്ടണം. ഈ ഇടയ്ക്ക് ദിവസം ഒരു സർവേ പോലെ ഒരു ക്യാമ്പസിൽ പോയിട്ട് ഇങ്ങനെ ക്യാമ്പസ് ഒരു ഇന്റർവ്യൂ പോലെ ഒരു
ചാനലുകാർ പോയിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരപ്പോൾ യൂട്യൂബേഴ്സിനെ കുറിച്ച് ഹാലയിൽ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ ചിലർ പറഞ്ഞു എനിക്ക് യൂട്യൂബർമാരെ ഇഷ്ടമേ അല്ല. അത് എന്താ കാര്യം? ഇവന്മാരുടെ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഹാലയിലുയ അവിടെ നോക്കിയപ്പോൾ എന്താണ് ഇതെന്താണ് ഇങ്ങനെ കുറെ ക്യാപ്ഷൻസ് എടുത്ത് ഇത് കണ്ടുകൊണ്ട് ആൾക്കാരൊക്കെ പോയത് കടപ്പിച്ച് ഈ ക്യാപ്ഷൻ കണക്ക് അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ഇവർ ചുമ്മാ വ്യൂസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഹാലലിയ ഓരോന്ന് ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുക ഹാലെ മറ്റുള്ളവരെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു കയറിയും ഹാലേലിയ ഹാലലി അവർക്ക് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന കൂടുതൽ യൂട്യൂബേഴ്സ്. ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ കണ്ട് വിഡ്ഢികളാകുന്ന കുറച്ച് ആൾക്കാർ. എന്നാൽ ലോകത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവരിലുണ്ടോ എന്ന് വെച്ചൊരു കണ്ടന്റ് ഉണ്ടോ അതിലില്ല. ഹാലയില്ല. പക്ഷെ ഹെഡിങ് ഒക്കെ കണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പം ഇത് വലിയ സംഭവം എന്നൊക്കെ വെച്ച് കാണണം. സത്യം പറഞ്ഞാൽ തന്നെ കേട്ടോ, പലരും ഇന്ന് ആ ടൈറ്റിൽ കണ്ടിട്ടാണ് കയറുന്നത്. അപ്പൊ ഇന്ന് പലർക്കും അത് സത്യം മനസ്സിലാക്കുന്ന പലർക്കും അത് ഇഷ്ടമില്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷെ ഇന്നും ഹാലി എന്ന് വെച്ചാൽ അത് അവര് കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞ് അതിൽ സത്യമാണോ അസത്യമാണോ എന്ന് പോലും അന്വേഷിക്കത്തില്ല. അപ്പോഴേ എടുത്തങ്ങ് ചാനലിടും. ഇത് ശരിക്കും തെറ്റാണ്. ഇതൊരു മാധ്യമധർമ്മം അല്ല എന്ന് വേണം പറയാം. കാരണം ഒരു കാര്യം ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ സമ്മതിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അസത്യമാണോ അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഹാലലിയ ഇന്ന് അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അത് ഭയങ്കര ഇന്ന് സമൂഹത്തെ ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആരെക്കുറിച്ച് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല അത്. അത് കേട്ട് അത് വിശ്വസിച്ച് കുറേ പേര് വന്നിട്ട് അതിനെക്കുറിച്ച് അപ്പൊ ഇത് എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുക? ഇവരാരും അഭിഷേകം പ്രാപിച്ചവർ അല്ല. അഭിഷേകത്തിന്റെ വില അവർക്ക് അറിയത്തില്ല. ദൈവം കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുത്ത വില എന്താന്ന് അവർക്ക് അറിയത്തില്ല. രക്ഷയുടെ സന്തോഷം എന്താന്ന് അവർക്ക് അറിയത്തില്ല. ഇവിടെ ദാവീദിന് അത് അറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് എന്താ പറഞ്ഞ ആ വസ്ത്രത്തിന്റെ അല്പം ഒന്ന് മുറിച്ചെടുത്തിട്ട് പോലും ദാവീദ് അതിനകത്ത് വിഷമിച്ചെന്നാണ് കാണുന്നത്. നമുക്കെപ്പോഴും ദാവീദിനെ ദൈവം എപ്പോഴും പറയും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ വിളിച്ചു. ഇതൊക്കെയാ അതൊന്നും നമുക്കറിയാം. ദാവീദിന് തെറ്റ് പറ്റിയപ്പോൾ സിംഹാസനം പോലെ കിരീടം പോലെ നിന്നുമല്ല, രാജ്യം പോലെ നല്ല ദാവീദ് പരിശുദ്ധാത്മ തിരിച്ചെടുക്കല്ലേ, നിരീക്ഷയുടെ സന്തോഷം മടക്കി തന്നെ എന്നൊക്കെ പറയാം ദാവീദ് കരഞ്ഞത്. അതുപോലെ ഇവിടെയും ദാവീദിന്റെ ഈ പ്രവൃത്തിയൊക്കെ ആയിരിക്കും ദൈവത്തെ കൊണ്ട് ദാവീദിനെ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കാൻ കാരണം. നമ്മളെയൊക്കെ കുറിച്ച് ദൈവം വിളിച്ച ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറഞ്ഞിട്ട് നീയൊക്കെ എവിടെ നിന്നിട്ട് ഹൃദയത്തിലേക്ക് ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു കഴിഞ്ഞു, എനിക്കും എൻ്റെ കയ്യിൽ നിന്നിട്ട് പോലും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാം. അതുപോലെയാണ് നമ്മുടെ ചോദിച്ചു കർത്താവ് നിങ്ങളുടെ എല്ലാം ഹൃദയം എൻ്റെ കയ്യിലിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൂക്കി നോക്കും, അത് തുറവുള്ളവരായി കാണുന്നത്. അപ്പൊ കർത്താവ് ഇത് ഞാൻ തൂക്കിയിട്ട് പോലെ കാണാതെ എവിടെ ഒളിപ്പിച്ച് ഈ ദുഷിച്ച ചിന്തയെന്ന് ചോദിക്കുക. അതുപോലെയാണ് അല്ലേ ഇന്നത്തെ ദൈവമക്കളല്ല. പക്ഷെ അവിടെ ദാവീദിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പൊ വെറുതെ അങ്ങനെ വാക്ക് ദൈവം പറയത്തില്ല, നമുക്കറിയാമല്ലോ. ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പഠിപ്പിച്ചത്, കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാതൃക കാണിച്ചതെന്ന് പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇന്ന് ദൈവ മക്കളെന്ന് വല്ല അഭിമാനത്തോടെ പറയാം. നമുക്ക് ആർക്കും ആ ശിഷ്യത്വത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും പരസ്പരം കുറ്റം പറയുന്ന, ചെളിവാരി എറിയുന്ന മത്സരിക്കുന്ന അങ്ങനെ പലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക വെച്ചുകൊണ്ടിരിക്കുന്ന വിദേശം. ഞാൻ പറയുന്നത് ശത്രുവിന് നമ്മുടെ മനസ്സിലൊരു ശത്രുത്വമുള്ള ഒരു വ്യക്തിക്ക് ഒരു താഴ്ച വരുമ്പോൾ, ഒരു വീഴ്ച വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവല്ല ഇരിക്കുന്നത്. സന്തോഷിക്കാത്ത എത്ര പേരുണ്ട്? നമുക്കൊരു ശത്രു നമ്മളെ കുറിച്ച് പണ്ട് കുറച്ച് ഗോസിപ്പ് അല്ലെ നമ്മളോട് ഫൈറ്റ് ചെയ്ത ഒരാൾ ഒരു വീഴ്ച വന്നു, സന്തോഷിക്കാൻ കഴിയാത്ത എത്ര പേര് അതിരിപ്പുണ്ട്. ഹല്ലേലൂയ, ആമീൻ. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഹല്ലേലൂയ പരിശോധിച്ചു നോക്കണമെന്ന് പറയുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരാകുന്നതിന് ഞാൻ പറയുന്നത് എപ്പോഴും ഞാനിത് എപ്പോഴും പറയുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കുന്നത് വേണ്ട. വെള്ളം ഇടുന്നതോ ആഭരണം ഊരുന്നതോ ഹാലയിലൂയ മറ്റ് ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് മീശ പഠിക്കുന്നതോ ഹാലയിലൂയ താടി വളർത്തുന്നത് ഇതൊന്നുമല്ല. ഹാലയിലൂയ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, തമ്മിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു കൽപ്പന എത്ര ഡെപ്താണെന്നറിയാം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ, നിന്റെ അയൽക്കാരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അവനെക്കുറിച്ച് കുശുമ്പ് പറയാൻ പറ്റത്തില്ല, അവനോട് അസൂയപ്പെടാൻ
പറ്റത്തില്ല. അവനെ ഹാലയിൽ ആമേ ഹാല അവന്റെ സ്വത്ത് അപഹരിക്കാൻ തോന്നത്തില്ല, അവന്റെ അതിര് തോണ്ടാൻ തോന്നത്തില്ല, അവനുള്ളതൊന്നും നിങ്ങൾ ആഗ്രഹിക്കത്തില്ല, അവന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആമേ ആവശ്യമില്ലാത്ത പറയത്തില്ല ഹാലെ. കാരണം നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ച, നിനക്ക് നിന്നോടുള്ള സ്നേഹം പോലെ തന്നെ ഹാല മറ്റുള്ളവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെ ഒരു കൽപ്പന ഹാലെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ട് ഹാലെ അത് പാലിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ദൈവസഭ എത്ര എത്ര മനോഹരമായിരുന്നു. ആ ഒരു സ്നേഹത്തിലേക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലെങ്കിലും അങ്ങനെ ഒരു സ്നേഹമുണ്ട് ഹാലെ. കാരണം വെച്ചാൽ ഒരാൾക്കൊരു വിഷമമെന്ന്, ഒരാൾക്കൊരു പ്രയാസം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു വിഷയം എന്നൊക്കെ പറയുമ്പോഴത്തേനും ആമീൻ തമ്മിൽ തമ്മിൽ ഏറ്റെടുത്ത് ഹാലേലുയ ആമീൻ പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അതിനെക്കാട്ടി ആത്മാർത്ഥമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയാണ് ഹാലേല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹമാണ് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹം. ഹാലൂയ. അപ്പൊ ഇത് ഹാലേലിയ കർത്താവ് പഠിപ്പിച്ച മാതൃകയാണ്. ഹാലേ ഇവിടെ കർത്താവ് പറഞ്ഞു, ഈ തേജസ് കാരണം ഹാല നമ്മളെല്ലാവരും തേജസ്സിൽ എടുക്കപ്പെടണം, കർത്താവ് വരുമ്പോൾ കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഇതിലേക്കുള്ള ചവിട്ടുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കർത്താവ് ഹാല നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മേഖലകളിൽ നമ്മൾ ഹാലലിയ ആമേ നമ്മളെ തന്നെ ഹാലെ മോൾഡ് ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട്, കുത്തല് വരുമ്പോൾ തോണ്ടല് വരുമ്പോൾ ഹാലലിയ, നിന്ന വരുമ്പോൾ പഴി വരുമ്പോൾ ദുഷി വരുമ്പോൾ ഹാലലിയ ആമ കർത്താവിന്റെ സുഗന്ധമായി മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഹല്ലേലൂയ. അവിടെയൊക്കെ ഹാലെ നമുക്കത് കഴിയണം. ഹാലെ കഴിഞ്ഞില്ല എങ്കിൽ ഹാലെ നമ്മളെപ്പോഴും ഹാലേലിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് നടക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹാലെ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ, കർത്താവിലാണ് നമ്മുടെ ഹാലേലൂയ ഹാലെ നമ്മൾ ആമേ കർത്താവിനെ തേജസ്കരണം പോലെ നമ്മളും തേജസ്കരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹാലേലിയ നമ്മളിലുള്ള ഈ ജഡത്മക്കില്ല, ഈ മണ്ണിൽ നിന്ന് ഈ താഴ്ന്ന ഭൂമിയിൽ നിന്ന് വന്ന മണ്ണായ ശരീരത്തെയൊക്കെ വിണ്മയമാക്കണമെങ്കിൽ വെറുതെ അങ്ങോട്ട് ആകത്തില്ല ഹാലെ. നമ്മുടെ ജീവിതത്തിലൂടെ അത് ഹാലേലിയ വെളിപ്പെട്ട് വരണം. ഓരോ ദിവസം കഴിയും തോറും ഹാലെ നമ്മളിലേക്ക് ജഡ മനുഷ്യന് ഹാലേലിയ ആമേ കടിഞ്ഞാനിട്ട് പിടിക്കാൻ നമുക്ക് കഴിയണം. ആമ യാക്കോബ അപ്പോസ്തലൻ പറയുന്ന ആ ഒരു ചെറിയ അവയവമാണ്. പക്ഷെ എങ്കിലും ഒരു ചെറിയ തീ അത് വലിയ കാട് കത്തിക്കുന്ന പോലെ മൊത്തത്തിൽ അമ്മയെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന സാധനം നാവ്. പക്ഷെ നാവിനൊന്ന് കടിഞ്ഞായിട്ട് പിടിക്കാൻ നമുക്ക് പറ്റുമോ? കുറെ നേരമൊക്കെ മിണ്ടാതിരിക്കുമായിരിക്കും. ഹല്ലേലൂയ. കുറെ നേരമൊക്കെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മിണ്ടാതിരിക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഞാൻ പറയാം ഒരു കാര്യം, ഇന്നലെ ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരാളുടെ മകളോട് സംസാരിച്ചു പറയാ, ആ അയ്യോ മമ്മിയുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല ആൻറ്റി തന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ എന്തെങ്കിലും അല്ലല്ലേ എന്നാ നമുക്കിങ്ങനെ മറ്റുള്ളവരോട് പറയാം. അപ്പം ഞാൻ പറയാം എനിക്കുണ്ട് ഈ സ്വഭാവം ഹല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നോട് പലതും ഹല പ്രവാചകന്മാരിലൊക്കെ പറയുന്നത് കൂടാതെ ദൈവം എനിക്ക് പേഴ്സണൽ വ്യക്തിപരമായ ദർശനങ്ങൾ തരും, എന്നെക്കുറിച്ച് തന്നെ ദർശനങ്ങൾ തരും ഹാലല്ലേ ചില സമയത്ത്. അപ്പോൾ എൻ്റെ ദർശനം തരുമ്പോൾ ഞാനത് എഴുന്നേറ്റ് നിന്നിട്ട് ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് സംസാരിക്കും. ഒരു ദൈവം എന്നോട് ചോദിച്ചു, നീ എന്തൊരു മണ്ടിയാ മറ്റൊരു ആളിലൂടെ പറഞ്ഞ് നിന്നെ കേൾപ്പിക്കാറുണ്ട്. എനിക്ക് അതങ്ങനെ കേൾപ്പിച്ചത്, നിന്നോട് വ്യക്തിപരമായി നിനക്ക് ദർശനങ്ങൾ നീ ആരോടും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അല്ലെങ്കിൽ നീ അതിന് പ്രാർത്ഥന. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഈ പരസ്പരം പറയുമ്പം ശത്രു ഒരുത്തൻ കേട്ടോണ്ട് കേൾക്കാൻ ചെവി വട്ടം പിടി അവരത് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഇതിനെ ഡിലേ ആക്കി കളി, എങ്ങനെ ഇതിനെ തകർത്ത് കളയാന്ന് വിചാരിച്ച് അവൻ തന്ത്രങ്ങൾ ഒരുക്കും. അപ്പൊ ഇത് അവൻ പറഞ്ഞാൽ മാത്രമേ അവന് കേൾക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി ചെയ്യാനൊന്നും അവന് പറ്റത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് വ്യക്തിപരമായി തരുന്ന ദർശനങ്ങളൊക്കെ ഹാലയില്ല നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഹാലെ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം പറയും ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഹാലെ സീക്രട്ടായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം. അപ്പം ഇത് ഹാലയിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹാലെ ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ നന്മയൊക്കെ പറയേണ്ടവരോടും പറയേണ്ടാത്തവരോടും ഒക്കെ നമ്മൾ വിളിച്ചു പറയും. അല്ലെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല ഇത് മനസ്സിലിരിക്കും. ഇപ്പം മനസ്സിലിരിക്കാത്തവർ എന്താ പറ്റുക, ഇതിങ്ങനെ പറയേണ്ടവരും പറയേണ്ടാത്തവരോടൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അസൂയുള്ള കൂട്ടങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ അതോർത്തിട്ട് ഹല്ലേലൂയ അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇന്നലെ കുഞ്ഞിനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞ മോളെ ഏറ്റവും കൂടുതൽ അസൂയ എവിടെ വെച്ചാൽ ഇന്ന് പുറത്തൊന്നും പോകണ്ട, വിശ്വാസികളുടെ ഇടയില്ല. അല്ല അയ്യോ അവരുടെ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് അഭിഷേകം പ്രാപിച്ചു, എൻ്റെ കുഞ്ഞിന് ഇതുവരെ കിട്ടിയില്ലല്ലോ, അവരുടെ കുഞ്ഞ് ഇത്ര വലിയ റിസൾട്ട് കിട്ടി, എൻ്റെ കുഞ്ഞിന് ഇത്ര കിട്ടിയില്ലല്ലോ. ഈ ചിന്തകൾ ഈ കമ്പാരിസൺ എടുത്ത് മാറ്റണം. അവന് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ, ഇത്രയും നാളായിട്ട് അയ്യോ അവരും കൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നതേ ഉള്ളൂ, അവർ പ്രാവശ്യത്തെ അവരുടെ കാര്യങ്ങളെല്ലാം പടപടപടയെന്ന് നടക്കും. ഞാൻ വർഷങ്ങളായിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും നടക്കുന്നില്ലല്ലോ.
ഈ ചിന്തകൾ എന്താ അവന്റെ ജീവിതത്തിൽ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതും ആമി അത് ദൈവത്തിന്റെ ആമി പ്രിവിലേജ് അല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു അധികാരവുമില്ല. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം, അവർക്ക് ചിലപ്പോൾ കുഞ്ഞു 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 കാര്യങ്ങളാണ്, നിന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവം വലിയൊരു സംഭവമായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വലിയൊരു സംഭവം നിന്റെ കാര്യത്തിൽ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നീ അതുപോലെ ഒരുക്കപ്പെടണം. ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിപ്പാട്ടം വേണം, മറ്റു വേണം, മറിച്ച് വേണം, അതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ചോദിക്കാൻ മേടിച്ചു കൊടുക്കും. അവൻ കൊച്ചു വന്നിട്ട് 10 വയസ്സേ ഉള്ളൂ, അവൻ വന്നിട്ട് എനിക്കൊരു ബൈക്ക് വേണം, വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. ബൈക്ക് വേണം, എന്ത് വേണം? നീ പ്രായപൂർത്തിയാകണം, നീ ലൈസൻസ് എടുക്കണം, നീ റോഡിൽ കൂടെ വണ്ടി ഓടിക്കണം, മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങളായാലും മേടിച്ചു തരത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വിഷയങ്ങൾ ദൈവം നമ്മളെ അതിനെ ക്വാളിഫൈ ആയിട്ടില്ല, നമ്മൾ അതിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴും നമ്മളൊരു ബുദ്ധി എന്ന് പറയുന്നത്, ഈ അവർക്ക് കൊടുത്തില്ല എനിക്ക് കിട്ടില്ല, അവർക്ക് കൊടുത്തത് ഒരു കളിപ്പാട്ടമായിരിക്കും, നമുക്ക് കിട്ടേണ്ട സാധനം ഒരു കാറായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെ നോട്ടം എന്തിനാ മറ്റുള്ളവരിലേക്ക് പോകുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇത്രയും ആൾക്കാരുണ്ട്, സ്ഥിരമായി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നോട്ടം എന്തിനാ മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മയിലേക്ക് പോകുന്നത്? ആ നന്മ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിനെക്കാട്ടി സന്തോഷം നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷം. നമ്മുടെ കൂട്ടത്തിലൊരു കുഞ്ഞിന് നല്ലൊരു അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. അവർക്ക് നല്ലൊരു വിവാഹം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അവരുടെയൊക്കെ നന്മകൾ കണ്ട് നമ്മൾ സന്തോഷിക്കണം. അല്ലാതെ നന്മകൾ കണ്ട് അസൂയപ്പെടുന്നവരല്ല ദൈവമക്കൾ. പലയിടത്തും വഴക്കുണ്ടാകുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ സഭകളിൽ പോലും ആണെങ്കിൽ ഞാൻ പറയാ, വഴക്കുണ്ടാകുന്ന കാരണം എന്താ? സ്ഥാനം കിട്ടാത്തതുകൊണ്ട്, മാനം കിട്ടാത്തതുകൊണ്ട് വരുന്നല്ലേ. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? വിളിച്ചു കഴിഞ്ഞാൽ പുറകെ പോയിരിക്കണം. പുറകെ പോയിരുന്ന എന്ത് സംഭവിക്കുന്നറിയാ? അയ്യോ വാ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, നമ്മളെ വിളിച്ചുകൊണ്ട് മുമ്പിലേക്ക് ഇരുത്തുമ്പോൾ മാന്യത വരും. മുമ്പിൽ പോയിരിക്കാൻ നീ അങ്ങോട്ടൊന്ന് മാറിയിരിക്കുന്നു, പുറകിലോട്ട് മാറ്റിയിരുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവം ഒന്ന് എടുത്ത് കളഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ ഇന്ന് എവിടെ എല്ലാവർക്കും ജയിക്കാൻ വേണ്ടി എന്ത് നുണ പറയാനും മനുഷ്യർ റെഡിയായിക്കൊണ്ടേയിരിക്കുക. ജാതികൾക്ക് അത് നിഷിദ്ധമല്ല. അവർക്ക് എന്ത് നുണ പറഞ്ഞു, എന്ത് കള്ളത്തരം കാണിച്ചും എന്ത് തട്ടിപ്പ് കാണിച്ചും അവർക്ക് ജയിക്കാം. കാരണം അവർക്ക് ദൈവത്തിന്റെ പ്രമാണമില്ലാത്തവരാണ്. അവർ വേർപെടാത്തവരാണ്. പക്ഷെ ഇന്ന് ദൈവമക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താകട്ടെ, പരസ്യമായി നിങ്ങൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്നൊക്കെ പറയുന്നതിലും ഞങ്ങളെ നടത്തുന്ന പിശാചാണ്. ഏതവസ്ഥ വരെ ഇവിടെ കർത്താവ് യേശു ഒരിക്കലെങ്കിലും ഇവർ പറഞ്ഞതിനെ എതിർത്ത് ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞോ? പക്ഷെ നമ്മളിന്ന് എങ്ങനെയാ? നീ ദൈവത്തിന്റെ മകളാണോ, അല്ല നീ പ്രാർത്ഥനാക്കാരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തെളിയിക്കാൻ നിൽക്കും. എന്താ? ഞാൻ പ്രാർത്ഥനക്കാരിയാണ്, എന്നോട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നോട് കളിച്ച് പല ദിവസം പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്നോട് കളിക്കാൻ നിൽക്കല്, കളിച്ചു കഴിഞ്ഞാൽ തലമുറ ഒക്കെ നശിച്ചു പോവും, ശാപത്തും കീഴായി പോവും. ഇതൊക്കെ പറയാൻ ആര് യോഗ്യരാക്കി വെച്ചു? നമുക്ക് ദൈവം തന്നിട്ടുള്ള നാവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ്. കള്ളം പറയാൻ വേണ്ടിയിട്ടല്ല. ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ഞാൻ പറയാം, കള്ളത്തരം പറഞ്ഞാൽ നിന്റെ നാക്ക് നീ പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അവിടെ ഒരു സ്ഥലത്ത് പോലും അങ്ങനെ പറയും. കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നിടത്തു ഒരിടത്ത് പോലും കർത്താവ് പ്രതികരിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രതികരിക്കാതെ കർത്താവിന് പറ്റില്ല എന്ന് പ്രതികരിക്കാനായിട്ട്. കണ്ണ് കെട്ടിയിട്ട് ആരാന്ന് പ്രവചിക്കാൻ പറ്റില്ലേ? പറ്റും. ഇന്ന് നമ്മളെപ്പോലുള്ള എന്താ പറയാ, ഇതുപോലുള്ള നമ്മളെപ്പോലുള്ളവരെ കൊണ്ട് ദൈവം പ്രവചിപ്പിക്കുന്നെങ്കിൽ, ഓരോ വെളിപ്പാട് കാണിക്കുന്നെങ്കിൽ, ദർശനം കാണിക്കുന്നെങ്കിൽ, ആത്മീയ ശുശ്രൂഷ ചെയ്യിക്കുന്നെങ്കിൽ, അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു എത്ര അധികം. എന്നിട്ട് കർത്താവിന്റെ മാതൃയെ കണ്ട് നമ്മൾ കോടതി കൊണ്ടെടുത്തപ്പോ ചോദിച്ചല്ലേ, നീ വാ തുറക്ക്, എന്തെങ്കിലും ഒന്ന് പറ. അവിടെ കൊടുത്ത് കോടതിയിൽ നിന്നെ രക്ഷിക്കാനും മരണത്തിന് വിധിക്കാനുള്ള അധികാരമുള്ളവരാ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് മോളിൽ നിന്ന് കൊടുക്കുക, എൻ്റെ മേലെ യാതൊരു ഇന്ന് കോടതി കയറി എത്ര പേര് പോലെ പറയുന്നുണ്ട്.
ഹാലേലുയ. നമ്മൾ നീതിയുടെ ന്യായത്തിന്റെയും വശത്താ നിൽക്കുന്നതെങ്കിൽ ഹാലേലിയ കള്ളം പറയാതൊരു ജയം നമ്മൾ കള്ളം പറഞ്ഞ് നേടുന്ന ജയം ശാശ്വതമായിരിക്കത്തില്ല എന്ന് നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട് ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. താൽക്കാലികമായ നേട്ടം പലതും ചിലപ്പോൾ നുണ പറയുമ്പോൾ നമുക്ക് ലഭിക്കുമായിരിക്കും. പക്ഷെ നുണ പറഞ്ഞ് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ ഹാലേലിയ അത് നേട്ടങ്ങൾ ഏതെങ്കിലും സമയത്ത് പിശാച് ഇതെടുത്ത് മുമ്പിൽ കൊണ്ടുവെക്കും. കള്ളം പറഞ്ഞ് നമ്മൾ കള്ളത്തരം ചെയ്ത് നേടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ ഞാൻ പറയാം, ഇതിനെക്കാട്ടി വലിയൊരു പ്രതിസന്ധിയിൽ എത്തുമ്പോൾ, നന്മയുടെ ഭാഗത്തെത്തുമ്പോൾ പിശാച് ഇത് വെച്ചിട്ടായിരിക്കും വാദിക്കുന്നത്. എന്താ പറയുക, അവന് ഹാലേലിയ ഇതിനെ സ്റ്റോപ്പ് ചെയ്യല്ല, അല്ലെങ്കിൽ ഈ ഇൻവിറ്റേഷൻ എൻ്റെ കയ്യിലിരിപ്പുണ്ടെന്ന് പറയായിരിക്കും പലതും ഇതിനെക്കാട്ടി വലിയ സാഹചര്യത്തിൽ നമ്മുടെ നന്മകൾ തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായി നേടുന്ന ചില ചെറിയ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ അത് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ദിനം പ്രതി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ, നമ്മൾ തോണ്ടുമ്പോൾ, കുത്തുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്. നമ്മൾ അതിനെല്ലാം ഒരു സാഹചര്യം ദൈവം അറിയാണ്ട് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് എത്തത്തില്ലെങ്കിൽ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാകണം. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പെരീര കുത്തിയപ്പോൾ തിരിച്ചു നിന്ന് കുത്താതെ ദൈവസന്നിധി പോയത് ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് നോക്കാനായിട്ട് മറ്റുള്ള മനുഷ്യരുടെ മുമ്പ് നമ്മൾ പോയിട്ട് ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഞാൻ അതല്ല, ഞാൻ ഇതാണെന്ന് പറഞ്ഞ് കേൾപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അന്നേരത്തേക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും. പക്ഷേ നാളെ ഒന്ന് ഇരുന്നിട്ട് ഇതിനെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ മറ്റുള്ള ദേഹത്തേക്ക് ചെളിവാരി എറിയാൻ നോക്കുമ്പോൾ ഇത് കുറച്ചെങ്കിലും തെറിച്ച് നമ്മുടെ ദേഹത്തും വീഴും. വീഴത്തില്ലേ? വീഴും. ഹാലേലിയ. അപ്പം നമ്മൾ നാറുമെന്ന് വെച്ചാൽ നാറും. അതിനെക്കാട്ടി നല്ലത് അവർ പറയാനുള്ള പറഞ്ഞിട്ട് പോകട്ടെ. അത് അവരും ദൈവവും തമ്മിൽ തീർക്കട്ടെ. നമ്മൾ അതിനകത്തേക്ക് ഇടപെടാൻ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ശുദ്ധമായി വെക്കാനും പറ്റും. നമ്മുടെ ദേഹത്തേക്ക് ആ വിഴുപ്പ് ആ ചെളി തെറിച്ച് വീഴാതിരിക്കാനും നമുക്ക് പറ്റും. അതിന് സൂക്ഷിക്കാനും പറ്റും. നമ്മുടെ നാട്ടിൽ പണ്ടെപ്പോഴും പറയും, രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഒരാൾ മിണ്ടാതിരുന്ന കുഴപ്പമില്ലല്ലോ എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്ന് ദിനം പ്രതി ദൈവം ഇതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോകുന്നെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ നീ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ, ഒരു നിന്റെ ജീവിതത്തിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നെങ്കിൽ, ഒരു പഴി നീ കേൾക്കുന്ന ഒരു ദുഷ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ ദൈവത്തിന് നമ്മളെ ദൈവത്തിന് സുഗന്ധമാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇതുപോലുള്ള വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താ വേണ്ടേ? ഒരു തേജസ്കരണം മുൻപിൽ കാണണം. തേജസ്കരണം എന്ന് വെച്ചാൽ ഇതുപോലെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി നമ്മൾ ജീവിത യാഥാർത്ഥ്യത്തിൽ കൂടെ പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ സക്സസ്ഫുൾ ആയി മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെയൊക്കെ നമ്മളിലൂടെ വെളിപ്പെടേണ്ട എന്താന്ന് പറയട്ടെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടണം. അതാണ് ഒരിക്കൽ കർത്താവ് പറയും, നിങ്ങൾ ഫലത്തെ നോക്കിയിട്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. ചക്കയുടെ ചുവട്ടിൽ ചെന്ന് പ്ലാവിന്റെ ചുവട്ടിൽ ചെന്നിട്ട് മാങ്ങ താന്ന് പറഞ്ഞ മാങ്ങ വരത്തില്ല. ചക്കയുടെ പ്ലാവിന്റെ ചുവട്ടിപ്പോൾ ചക്കയെ വരുവുള്ളൂ. ഹാലേലൂയ. അതുപോലെ നമ്മളിന്ന് പുറത്ത് വരുന്ന ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പുറത്ത് വന്ന ഫലമാണ് നമ്മൾ കാണേണ്ടത്. ഹാലേലൂയ. വൃക്ഷം ഏതാന്ന് തിരിച്ചറിയാൻ അത് ദൈവപുത്രനാണോ എന്ന് പിശാച് ചോദിക്കുന്ന സംശയമൊന്നുണ്ട്. ദൈവത്തിന്റെ പുത്രൻ തന്നെ ആയതുകൊണ്ടാണ്. ഹാലേലൂയ. അവിടെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഹാലേലൂയ അതിന് ഒരു തടസ്സവും പറയാതെ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിനെ അക്ഷരം പ്രതി ഒരു ശകലം പോലും തെറ്റിക്കാതെ നമ്മൾ പറയും നോഹ പെട്ടകം പണിഞ്ഞപ്പോൾ 1 മില്ലിമീറ്റർ പോലും വ്യത്യാസം വരാതെ ദൈവം കൊടുത്ത അതേ അളവിൽ പണിഞ്ഞതുപോലെ കർത്താവ് യേശുക്രിസ്തു അതുപോലെ ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അങ്ങനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് കർത്താവ് നമ്മളെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പിറുപിറുക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്, എത്ര പ്രാവശ്യം മാറി നിൽക്കുന്നുണ്ട്. ഇത് നമ്മളിന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കർത്താവെ നിന്നെ ഞാൻ എൻ്റെ കയ്യിലേക്ക് തരികയാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ എന്നെ ഒന്ന് പണിഞ്ഞ് പുറത്തെടുക്കണമേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമുക്ക് ആഗ്രഹം ഉണ്ടാകും. ചിലപ്പോൾ നമ്മളൊക്കെ വചനം കേൾക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ കേട്ടോണ്ടെങ്കിൽ എല്ലാവരും ഹൃദയത്തെയോ കർത്താവേ എനിക്കത് പറ്റി എന്നെ നീ ഒന്ന് പണിയണേ, ഞാനത് ഏൽപ്പിച്ചു തരുന്നൊക്കെ പറയും. പക്ഷെ ഇച്ചിരി കഴിയുമ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നെങ്കിലും
ഇച്ഛിക്കാത്ത തിന്മ നമ്മുടെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. ഹാലേലിയ. പക്ഷേ ഈ തിന്മ പുറത്തേക്ക് വരും ഓരോ സമയത്ത് ഇത് വരുമ്പോൾ നമുക്ക് എന്ത് വേണം വെച്ചാൽ നമുക്കൊരു കുറ്റബോധം തോന്നണം, നമുക്കൊരു പാപബോധം തോന്നണം. ദൈവത്തെ വേദനിപ്പിക്കുന്ന അതിന് നമുക്കൊരു സങ്കടം ഒക്കെ വരണം. ദൈവത്തുള്ള സ്നേഹം നിമിത്തം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ചില കുത്തലുകളൊക്കെ ചില അത് സംഭവിക്കണം. അങ്ങനെ സംഭവിക്കും തോറും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങും. ഒന്നും കൂടെ കർത്താവേ, അപ്പാ ക്ഷമിക്കണമേ, എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത് എനിക്ക് സഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാനിവിടെ പ്രതികരിച്ച് പോയി, ഇനി എന്നെ ഒന്നും കൂടെ ഒന്ന് ശക്തീകരിക്കണം, നിന്റെ കൃപ എൻ്റെ മേലൊന്ന് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ തേജസ്കരണം. ഇവിടെ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നതാണ്. അവിടെ നാഴികയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ആ നാഴിക ശിഷ്യന്മാരും പത്രോസും യോഹന്നാനും യാക്കോബും വിചാരിച്ച പോലെ വെള്ളധാരിയായി മറുരൂപം വരെ വിലപ്പെട്ട ആ തേജസ് അല്ല കർത്താവ് അവിടെ പറഞ്ഞത്. ആ തേജസ്സിലേക്ക് കടക്കണമെങ്കിൽ അതിന് മുന്നേ കടന്നു പോകേണ്ട ഒരു നാഴികയുണ്ടായിരുന്നു. ഇരുട്ടിന്റെ നാഴിക, ഇരുട്ടിന്റെ അധികാരം എന്ന കർത്താവിനെ പറഞ്ഞേക്കുന്ന സുവിശേഷത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിന് നമ്മളെ ഏൽപ്പിച്ച് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങൾ ദൈവം കൊണ്ടുവന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ കുത്തുന്നവരുടെ, ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നവരെ, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഇടയിലേക്ക് നമ്മളെ കൊണ്ട് ഇട്ട് കൊടുക്കും. ഈ നാഴികയാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിന്റെ നാഴിക എന്ന് പറയുന്നത്. ഈ നാഴിക കടന്നു പോയാൽ മാത്രമേ ഇതിലൂടെ നമ്മൾ വിജയിച്ചു വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇരിക്കുന്ന ചില നമുക്ക് വേണ്ടി ചില നിക്ഷേപങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില ഗുപ്ത നിധികളോട് ഇരിപ്പുണ്ട്. അതിനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. ഈ നാഴിക നമ്മൾ എത്ര സമയമെടുത്ത് പൂർത്തിയാക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ്. പണ്ടൊരിക്കൽ ദേവദാസൻ ഒരു അനുഭവം പറയുന്ന ദേവദാസൻ ലോകത്തില്ല, മാറ്റപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ് നമുക്ക് വെച്ചിരിക്കുന്ന ഓരോ പ്രോമിസിനും അതിനെ നമ്മൾ കടന്നു പോകേണ്ട, അല്ലെങ്കിൽ ചില വഴികളുണ്ടെങ്കിൽ ഈ വഴി എത്ര സമയം കൊണ്ട് നിങ്ങൾ ഇതിനെ ഇതിനെ കടക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ഒരു തീരുമാനമാണ്, നമ്മുടെ ഒരു ഏൽപ്പിക്കലാണ്. ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തിലേക്ക് പോകാൻ 40 വർഷത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ 40 വർഷം എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം ശൈലിയും അവരുടെ പിറുപിറുപ്പൊക്കെ കാരണം ഇത്രയും നാൾ മരുഭൂമിയിൽ ഉഴണ്ട്. അതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ 6 ദിവസം കൊണ്ട് പ്രാപിക്കാൻ, ചിലപ്പോൾ 6 ആഴ്ച എടുക്കും, ചിലപ്പോൾ 6 മാസം എടുക്കും, ചിലപ്പോൾ 6 വർഷം എടുക്കും, ചിലപ്പോൾ അത് 60 വർഷമാകും. കാരണം വെച്ചാൽ നമ്മൾ അതിലേക്ക് ഒരുക്കപ്പെടാതെ, ഒരിക്കലും ഞാൻ പറയാം കർത്താവ് ആഗ്രഹിക്കുന്ന ഡിസൈനിലേക്ക് നമ്മൾ എത്താതെ, കർത്താവ് ആഗ്രഹിക്കുന്ന അതുപോലെ നമ്മൾ ആയിത്തീരാൻ ഒരിക്കലും നമ്മുടെ കരത്തിൽ അത് ലഭിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. എന്നാ ഇത്രയൊക്കെ മതി മോളെ, നീ ഇത്രയൊക്കെ കഷ്ടപ്പെടില്ല, അതിനെ ഒപ്പിക്കല, എന്നെ പിടിച്ചോ എന്ന് പറയത്തില്ല. കർത്താവ് ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ദൈവമല്ല, പെർഫെക്ഷന്റെ ദൈവമാണ്. അപ്പൊ നമ്മുടെ കർത്താവ് ചെയ്തെല്ലാം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്നാ കണ്ടത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ കർത്താവിന്റെ കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കർത്താവ്. അതുകൊണ്ട് നമ്മളെ എങ്ങനെയും അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് തരത്തില്ല. നമ്മളൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പുളി എരിവോ അതൊക്കെ കുടിപ്പിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കുക, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ കർത്താവ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ദൈവമല്ല, അതുപോലെ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ദൈവമല്ല. അതുകൊണ്ട് നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്താതെ നമ്മുടെ കരത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ലഭിക്കത്തില്ല. നമ്മുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളുണ്ടല്ലോ, എനിക്ക് ഇത്രയൊക്കെ വാക്തത്വം ഞാൻ കേട്ടേലേ, ഈ വാക്തത്വങ്ങളൊക്കെ എന്തായാലും ഞാൻ പറയാം ചുമ്മാതാ. വാക്തത്വങ്ങൾ വെറുതെ നിന്റെ കയ്യിലേക്ക് തരത്തില്ല, അത് അവകാശമാക്കണമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ നീ അവിടെ എത്തിച്ചേരും. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നീ എത്തണം. എത്തിയാൽ മാത്രമേ ആ വാക്തത്വം നമുക്ക് അവകാശമാക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെല്ലാവരും ഇന്ന് ഒരു യാത്രയിലാണ്. ഈ മരിപ്പൂ യാത്രയിൽ പോകുമ്പോൾ പലപ്പോഴും അവിടെ പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അവിടെയൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം പ്രതികൂലത്തെ ദൈവം അറിയേണ്ടത് നമ്മുടെ നേരെ വരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ദൈവത്തിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് തന്നെ അതിനെ ഓവർകം ചെയ്ത് നമ്മുടെ വഴിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവിടെ കൊടുങ്കാറ്റാണെങ്കിലും പേമാരിയാണെങ്കിലും ഇനിയിപ്പോ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരമോ ലോകപ്രകാരമോ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ നീ ഒരിക്കലും ദൈവത്തിന്റെ ഹിതപ്രകാരം എത്തത്തില്ല. ദൈവം ഡിസൈൻ ചെയ്ത പോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഡിസൈനൻസ് നമുക്ക് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് വിഷയങ്ങൾ വരുമ്പോഴും ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം.
മാനുഷ്യ ബുദ്ധിക്കനുസരിച്ച് പോകരുത്. മാനുഷ്യമായ രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അറിയാണ്ട് ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്നോട് ആദ്യമേ ദൈവം ഇടപെട്ട ഹല്ലേലൂയ ഒരു വചനത്തിൽ പറഞ്ഞ പോലെ, നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ നീ അറിയുന്നില്ല, അതിന് താഴെ വീഴും, ഞാൻ അറിയാതെ വീഴത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഓർമ്മ നമുക്ക് വേണം. ഹല്ലേലൂയ. അവ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ടായിരുന്നു ഹല്ലേലൂയ. ആമേ അവിടെ കൊണ്ട് വിചാരണയ്ക്കായി നിർത്തുന്ന സമയത്ത് എല്ലാ കോടതി മാറി മാറി ഹല്ലേലൂയ ഇവൻ ഒരു കുറ്റം കാണുന്നില്ലെന്ന് ആമേ പ്രഖ്യാപിച്ചിട്ടും ശിക്ഷ ഏറ്റുവാങ്ങാൻ നിന്ന കർത്താവിനോട് നോക്കിയിട്ട് പറയുന്നു പീലാത്തോസ് ചോദിക്കുക, നീ എന്നോട് സംസാരിക്കും, നിന്നെ വിടുവിക്കാൻ എനിക്ക് കഴിയുന്ന ഒരു കർത്താവ് പറയുന്നത്, മോളിൽ നിന്ന് തരാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരമില്ല എന്ന് പറഞ്ഞ പോലെ മോളിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരമില്ല. നമ്മൾ നോക്കി ഒരാൾ ഹാലേലിയ എന്തെങ്കിലും ആമി പഴി പറയുന്നെങ്കിൽ, ദുഷ്യ പറയുന്നെങ്കിൽ, ഹാലേ നമ്മളെ നിന്ദിക്കുന്നെങ്കിൽ, നമ്മളെ പരിഹസിക്കുന്നെങ്കിൽ ദൈവം അനുവദിച്ചു കൊടുത്തിട്ട് അത് ചെയ്യുന്നത്. അനുവദിച്ചു കൊടുക്കാതെ ഒരു മനുഷ്യന് വായ തുറന്ന് നമ്മളെക്കുറിച്ചൊരു മോശം പറയാൻ പറ്റും. നമ്മളെക്കുറിച്ച് ആരെങ്കിലും അയ്യോ സിസ്റ്റേ നിങ്ങളെക്കുറിച്ച് അവർ മോശം പറഞ്ഞാൽ അവർ ഇന്ന ഇതുപോലെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഗോസിപ്പ് പറഞ്ഞോട്ടെ. കാരണം അത് അവരും ദൈവം തന്നെ തീർത്തോട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടല്ലേ അവർ പറഞ്ഞതെങ്കിൽ ദൈവം തന്നെ അത് നമ്മൾ അവിടെയൊക്കെ കേട്ട് പ്രതികരിച്ച് വാളെടുത്തോണ്ട് തുള്ളാൻ പോയി കഴിഞ്ഞാൽ ഹാലയിലുയ ആമേ അവിടെയൊക്കെ നമുക്കാണ് ചിലപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവം അറിയാണ്ട് ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ ഒരു തേജസ്കരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പരീക്ഷകൾ, പരീക്ഷണങ്ങൾ മറ്റുള്ള ടെസ്റ്റ് ആൻഡ് ട്രയൽസ് ഒക്കെ കടന്നു വരുമ്പോൾ അതിലൂടെ ജയിച്ച് കയറുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തേജസ്സിലേക്ക് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മൾ നടക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചൊരു കർത്താവ് യേശുക്രിസ്തുവിനെ ആമേ പൊക്കിക്കൊണ്ട് നടന്നവർ തന്നെ എന്താ പറയാ കൊല്ലുക എന്ന്, ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു ഹാലേലിയ. തിങ്ങി നിറഞ്ഞ പുറകെ നടന്ന ഞാൻ എപ്പോഴും ആലോചിക്കും കർത്താവേ എന്തോരം ജനക്കൂട്ടം പുരുഷാരം നിമിത്തം ആർക്ക് അടുത്തെല്ലാം പോലും പറ്റാത്ത തിങ്ങി നിറഞ്ഞ പുരുഷാരെ ഇതിൽ ഒരാൾ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കർത്താവിനെ ക്രൂശിക്കേണ്ടതെന്ന്. കൂടെ നടന്ന ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ കൂടെ ഒരു ഒക്കെ ഒറ്റ കൊടുത്തു പോട്ടെ, 11 പേരുണ്ടായിരുന്നു. മാറോട് ചേർന്ന് കിടന്നവനും ആമേ കർത്താവ് സഭയെ പണിയാനായിട്ട് താക്കോൽ ഏൽപ്പിച്ചു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നിട്ട് ഒരാളെങ്കിലും വന്നിട്ട് അയ്യോ കർത്താവ് എൻ്റെ കർത്താവിനെ ക്രൂശിക്കല്ലേ, അല്ലെങ്കിൽ കർത്താവ് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ അതെന്തുകൊണ്ടാണ് നിൽക്കാതിരുന്നത് വെച്ചാൽ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് തന്നെയത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, പക്ഷെ ചില സാഹചര്യത്തിൽ ഒറ്റ മനുഷ്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകത്തില്ല. കൂടെ നിൽക്കാനായിട്ട് പോലും ഒന്ന് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ പോലും ഉണ്ടാകത്തില്ല. ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി എന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ഒരു മനുഷ്യൻ ഉണ്ടാകത്തില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെ വെറുപ്പല്ല തോന്നേണ്ട. കാരണം ദൈവം എന്നെ എന്താ അതിൽ നിന്നല്ല ഒറ്റപ്പെടുത്തി ഇങ്ങനെ നിർത്തി നിർത്താൻ ആഗ്രഹിച്ചെങ്കിൽ ആർക്കും ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് നമ്മളെ ആശ്വസിക്കാൻ പോലും കഴിയാൻ ഒരു കൂട്ടുകാർ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ആ സിറ്റുവേഷൻ ദൈവം അറിയാണ്ടല്ല എത്തിയെന്ന് മനസ്സിലായി നമ്മളെപ്പോഴും നമ്മുടെ മുഖം കാണാം മുകളോട്ട് തന്നെ നോക്കും. കർത്താവെ നീ എനിക്ക് ആശ്വാസം, കർത്താവ് കൂടെ ഉണ്ടാകും. കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചു. പക്ഷേ നമുക്ക് അന്നേരം മറ്റുള്ളൊരു വിരോധമോ വെറുപ്പോ കയ്പോ ഈർഷ്യോ ഒന്നും അല്ല തോന്നേണ്ടത്. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തന് അതിനു മുമ്പ് സമർപ്പിച്ചു കൊടുത്ത് കർത്താവെ നിന്റെ ഹിതം നിന്റെ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിതാവ് നമ്മളെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കൈവിടത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നമ്മളും തേജസ്കരിക്കപ്പെടും എന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും തേജസ്കരണം നടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.